ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. സിത്താരെ സമീൻ പർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിട്ടുണ്ട്. കാണണം. അതിന്റെ ത്രില്ലിലാണ്. ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ 8:30 അങ്ങനെ എന്താ വന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അവർക്ക് ലേറ്റ് അല്ല, നമുക്ക് ലേറ്റ് ആണ്. ഓക്കെ, എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ കാണണം. ആമിർ ഖാൻ സംവിധാനം ചെയ്യുന്ന ആമിർ ഖാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. പ്രസന്നയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിന് പ്രത്യേകത ഉണ്ട്. അതായത് 2017 അതോ 2018 ഇറങ്ങിയ ഒരു സിനിമ ഉണ്ട്, ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ചിത്രം. അതിന്റെ റീമേക്കാണിത്. ഞാൻ വിചാരിച്ചത് ഏതാണെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത് സ്പാനിഷ് ആണോ. രക്ഷപ്പെട്ടു. കണ്ടിട്ടില്ല. ഞാൻ ചില സ്പാനിഷ് ചിത്രങ്ങൾ കാണാറുണ്ട് കേട്ടോ. ഒരിക്കലും പെട്ടാൻ ചാൻസ് ഇല്ല. സ്പോർട്സ് ഡ്രാമയൊക്കെ ആണെങ്കിൽ തീർച്ചയായും കണ്ടിട്ടുണ്ടാവില്ല. അതാ പറഞ്ഞത്. ഓക്കെ, എന്താണെങ്കിലും ജൂൺ 20 സിനിമ റിലീസിന് എത്തുന്നത്. ജൂൺ 20 മറ്റൊരു സിനിമയും കൂടി ഉണ്ട്, കുബേര. ക്ലാഷാണ് രണ്ടും. നാഗാർജുനയും ധനുഷും ഒരുമിക്കുന്ന സിനിമയാണ്. അതെ, ശേഖർ കമ്മുല സംവിധാനം ചെയ്യുന്ന സിനിമ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പം കുറച്ച് പിന്നെ പ്രിഫറൻസ് അതിനായിരിക്കും കൂടുതൽ. തീർച്ചയായും. മറ്റത് നോർത്തിൽ പിന്നെ നോക്കണ്ട. എന്താണെങ്കിലും 20 തീയതി ഒരുമിച്ച് കൊണ്ടുവെക്കുന്ന ഭയങ്കര ചോറ പിടിച്ച് ഞങ്ങളുടെ ഈ ഏരിയയിലേക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ചില സിനിമകൾ ഇവിടെ അടുത്ത് ആരും എടുക്കൂല. അതാണ്, തിയേറ്ററും കുറവായതുകൊണ്ട് റിലീസ് ഭയങ്കര പ്രശ്നമാണ്. അതല്ല ടൗണിലൊക്കെ ആണെങ്കിൽ ശരി, പക്കയായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാം. ആമിർ ഖാനും പിന്നെ ജെല്ലിയ ഡിക്രൂസും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഇടിയൻ ചന്തുല്ലേ, അതിലാ ചക്കല്ലേ, അത് നായികയുടെ അനിയനായിട്ട് വന്നു. നായികയുടെ അനിയനായിട്ട് വന്നു. ഓക്കെ, നായകൻ അല്ല, നായിക. അതിലാ ചെക്കനില്ലേന്ന് ചോദിച്ചപ്പോഴേ കൃഷ്ണനാണല്ലോ, അപ്പൊ അങ്ങനെ തോന്നിയതാ. നായികയുടെ അനിയനായിട്ട്. ആളിതിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഓ, കൊള്ളാം. ഓക്കെ, എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ആമിർ ഖാന്റെ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് എത്ര കാലായി. ആമിർ ഖാന്റെ ലാസ്റ്റ് വന്നത് ഏതാ ലാസ്റ്റ് താടിയൊക്കെ വെച്ചിട്ടുള്ള, അയ്യോ പൊളിഞ്ഞത്. കരീന ഞങ്ങൾ കണ്ടല്ലോ കേട്ടോ. എന്തോ ഒരു സാധനമായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും ഇതിന്റെ ട്രെയിലർ പേര് പോലും ഓർത്തിരിക്കുന്നില്ല. ഓക്കെ. ये नेशनल बास्केटबॉल फाइनल्स का आखिरी मोमेंट है जहां देश की दो टॉप मोस्ट टीम्स एक दूसरे के खिलाफ खेल रही हैं और ये बास्केट से कर्नाटका फिर से आगे। शाबाश शाबाश, अभी भी 20 सेकंड बाकी है, हम अभी जीत सकते हैं। और बास्केट, कमाल का शॉट। ये बास्केट बहुत जरूरी है, अगर तूने डाला तो हम जीत जाएंगे। कम ऑन। അതാണ് ये क्या है? आप कोच बहुत अच्छे हो। क्या बात हो गई, चक्कर वक्कर चल रहा है क्या तेरा? लेकिन असिस्टेंट कोच ने अपने सीनियर पर हल्ला बोल दिया। ये कोई जगह पक करने की? अदालत इनके टैलेंट का सही उपयोग करना चाहती है। इन्हें 3 महीनों के लिए इंटेलेक्चुअली डिसेबल्ड लोगों की एक बास्केटबॉल टीम को प्रशिक्षित करने का निर्देश दिया जाता है। मैडम 3 महीने तक पागलों को सिखाऊंगा मैं। और 500 रुपए जुर्माना। 500 का पागल बोलने का? 1000 रुपए। पागल तो सभी बोलते हैं मैडम। 5000। ये क्या बात हुई? पागल को पागल मत बोलो, टिंगू को टिंगू मत बोलो। क्या मतलब? यह कोच गधा है। स्पेशल लोगों की एक नेशनल चैंपियनशिप होने वाली है। अब आप कोच लग गए हैं तो हमने अप्लाई कर दिया। हम लोग शुरू करेंगे बॉल पासिंग से। सॉरी कैसे चल रही है प्लेयर्स की कोचिंग? चापी चाहिए। कल के मैच में तुम लोग सब नीला पहनोगे। मेरी गर्लफ्रेंड को लाल पसंद है। तुम लाल कैसे पहनोगे? लाल दूसरी टीम पहन रही है। तो मैं दूसरी टीम से खेलूंगा। तुम लड़की हो? ये कौन बेवकूफ है? मैं टीम कैसे बनाऊं? टीम तो नॉर्मल होगी बनती है ना। सब अपने अपने नॉर्मल पे टिके बैठे हैं कोच साहब। सबका अपना अपना नॉर्मल होता है। आपका नॉर्मल आपका, उनका नॉर्मल उनका। गुलशन, कभी ना कभी सबको रिस्पॉन्सिबिलिटी उठानी पड़ती है। मैं तेरे लिए लड़ी, उनके लिए
तू लड़ेगा। सामने वाली टीम बहुत ही बेकार लग रही है, बैंड बजाते हैं। नहीं, क्यों? हम जीतने के लिए आए हैं, बेइज्जती करने के लिए नहीं। कम ऑन बॉयज। എന്താ ആമിർ ഖാൻ ടൈഗർ साइलेंस, साइलेंस, सतबीर डिस्टर्ब हो रहा है। सतबीर, अर्जुन को सिर्फ चिड़िया की आंख दिखती है, समझा तू? एक तू है और एक चिड़िया की आंख। ये एक बास्केट से हम गेम जीत सकते हैं। तू टेंशन मत ले, एकदम फोकस कर। सर, पहले आप चुप रहिए। ജൂൺ 20. ഓക്കെ, ഇതിൽ എഴുതി കാണിക്കുന്നുണ്ടോ ടൈറ്റിലൊക്കെ? തിരിച്ചിട്ട് ആദ്യം, എന്നിട്ട് അതിന് ശേഷം തിരിഞ്ഞു വരികയാണ്. യെസ്. അതായത് താരസമീൻ പറല ആ കുട്ടിക്കുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ ഒരു സംഭവം. ഇത് ഒരു ഗംഭീര സിനിമ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ഫീൽ കാരണം സാധനമായിരിക്കും. അതായത് ആള് കോച്ചാണ്, ബാസ്കറ്റ്ബോൾ കോച്ചാണ്. അത് ഇങ്ങനത്തെ കുട്ടികളെ വെച്ചിട്ട് വിൻ ചെയ്ത് വരുന്നത് തന്നെയായിരിക്കും സിനിമ. അതൊരു ഒന്നൊന്നര സാധനം തന്നെയായിരിക്കും. അതിലുള്ള ഫണ്ണും സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. അത് ട്രെയിലറിൽ തന്നെ ഉണ്ട് ഒരുപാട്. സിനിമയിലപ്പോൾ എന്തായിരിക്കും? എന്താണെങ്കിലും ഗംഭീര സിനിമ ആവട്ടെ കേട്ടോ. സൂപ്പർ സിനിമ ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാണുമ്പോൾ ഇത് കണ്ട ട്രെയിലർ കണ്ട അറിയാം. അതെ അതെ, ഏത് ലെവലാവുന്നു ഇതെന്താ ഫീൽ ഉണ്ട്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കും അതെ, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ ശരിക്കും പറയട്ടെ, ആമിർ ഖാനെ എനിക്ക് കാണാൻ ഇങ്ങനെയാണ് ഇഷ്ടം. സത്യം, കുറച്ച് ഫണ്ണൊക്കെ ഉണ്ട്. ഇപ്പൊ 3 Idiots'ലായാലും അമ്പോ താരസമീൻ പെറിലായാലും ഇതിലായാലും അത് കണ്ടില്ല. അതിൽ ഓരോ എന്തൊരു കീട്ടിലായിട്ടാണ് ആളതില് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലേ ചില സമയത്ത് ഇടുന്ന സാധനം. ദേഷ്യം. പിന്നെ ആൾക്ക് ഇതിലൊരു പ്രത്യേകത തോന്നുന്നു. അതായത് കോട്ടുക അങ്ങനെ ഇടക്കിടക്ക് ഉറക്കം തൂങ്ങലല്ലേ, വേറൊന്നുമല്ല. അതായത് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ആൾക്ക് കോട്ടുക വരുന്നുണ്ട്. ലാസ്റ്റ് സാധനത്തിൽ പറയുന്നുണ്ടല്ലോ, അതായത് കോൺസെൻട്രേഷൻ ചെയ്യണം ആ ഒരു ബാസ്ക്കറ്റ് മാത്രം. അതില് പയ്യൻ തിരിഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം നിങ്ങളൊന്ന് വായ അജാതി സൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സാധനമൊക്കെ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ലിഫ്റ്റിൽ കിടന്നിട്ട് ചാടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ആളില്ലേ ലാസ്റ്റ് വന്നിരിക്കുന്ന ഇതിലെ കൂട്ടത്തിലെ മെയിൻ ആളാണ് നായകനായിട്ട് വരാൻ പോകുന്നത്. അതെ അതെ. അപ്പോൾ ആ ആള് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അസുഖപരമായിട്ടുള്ള ചെറിയ, അതുപോലെ അഭിനയിക്കുന്ന ഒരാളാണ് തോന്നുന്നത്. അത് ഫേസ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതായത് ഒറിജിനലായിട്ട് അങ്ങനെ ഒരാളെല്ലാം തോന്നുന്നു. യെസ്, അതായത് ഈ ഓട്ടിസം അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആളല്ല അതൊന്ന് തോന്നുന്നു കേട്ടോ. ഇനി അറിഞ്ഞൂടാ. എന്തായാലും ഇതിനകത്ത് കാണുമ്പോൾ ആ ലാസ്റ്റ് സംസാരിക്കുന്നത് കാണുമ്പോൾ ആളുടെ ഫേസിലൊന്നും അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടില്ല. പിന്നെ മേക്കപ്പ് ആ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. എക്സ്ട്രാ ചെയ്തിരിക്കുന്ന പോലെ ആയിട്ട് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഗംഭീര സിനിമയാവട്ടെ. എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.